എല്ലാവർക്കും നമസ്കാരം. BBC-യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ കേന്ദ്ര ബഡ്ജറ്റ് ഇന്ത്യയുടെ ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ ബജറ്റിൻ്റെ ചരിത്രം ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും തന്നെ അറിയേണ്ട ഒന്നാണ്. ഇന്ത്യയുടെ ബജറ്റിൻ്റെ ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന വിഖ്യാതമായ വാരികയാണ് ദി ഇക്കണോമിസ്റ്റ് എന്നുള്ളത്. അതിൻ്റെ സ്ഥാപകനും സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ സ്ഥാപകരിൽ ഒരാളുമായ ജെയിംസ് വിൽസനാണ് 164 കൊല്ലം മുമ്പ് ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അത് അങ്ങ് ലണ്ടനിലല്ല, അന്ന് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന കൊൽക്കത്തയിലായിരുന്നു ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 1857 വിപ്ലവത്തെ തുടർന്ന് ഇന്ത്യൻ ഖജനാവ് കാലിയായെന്ന് കണ്ടപ്പോൾ വൈസ്രോയുടെ കൗൺസിലിൽ ഒരു ധനകാര്യ മെമ്പറെ നിയമിക്കാൻ തീരുമാനമായി. അങ്ങനെ ജെയിംസ് വിൽസൺ ഇന്ത്യയിലെത്തി. ഫലത്തിൽ ഇന്നത്തെ ധനകാര്യമന്ത്രി. അന്ന് പാർലമെൻറ്റ് ഇല്ലാത്തതിനാൽ വിൽസൺ തയ്യാറാക്കിയ ആദ്യത്തെ ബഡ്ജറ്റ് 1860 ഏപ്രിൽ 7 വൈസ്രോയായിരുന്ന കാനിങ് പ്രഭുവിൻ്റെ കൗൺസിലിൽ അവതരിപ്പിച്ചു. ഒപ്പം വലിയൊരു ഇരുട്ടടിയും. ഇന്ത്യയിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തി. ജനപ്രതിനിധികളുടെ സമ്മതമില്ലാതെ നികുതി ചുമത്താൻ രാജാവിന് അധികാരമില്ലെന്ന സിദ്ധാന്തം 1215 ജോൺ രാജാവ് നാട്ടുപ്രഭുക്കന്മാർക്ക് ഒപ്പിട്ട് നൽകിയ മാഗ്ന കാർട്ട മുതൽ ഇംഗ്ലണ്ട് പിന്തുടരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനപ്രാതിനിധ്യ അവകാശമില്ലാതെ ഇന്ത്യക്കാരുടെ മേൽ നികുതി ചുമത്തുന്നത് ശരിയല്ലെന്ന് അന്നത്തെ മദ്രാസ് ഗവർണറായ ചാൾസ് ട്രവല്യൻ വൈസ്രോയ്ക്ക് ടെലഗ്രാം അയച്ചു. പാർലമെൻറ്റിൽ പ്രാതിനിധ്യം നൽകാതെ അമേരിക്കൻ കോളനികളുടെ മേൽ നികുതി ചുമത്തിയതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ യുദ്ധത്തിലേക്ക് നയിച്ചതെന്ന് പുരോഗമന ആശയക്കാരനായ ട്രവല്യൻ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയിൽ കലാപമൊന്നടങ്ങിയ സമയത്ത് ഇത്തരം പരസ്യ സന്ദേശങ്ങൾ അയച്ചതിന് ട്രവല്യനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയാണ് അന്ന് ചെയ്തത്. എങ്കിലും ട്രവല്യൻ്റെ ആശയങ്ങൾ ഏതാനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കും മിക്ക ഇന്ത്യൻ രാഷ്ട്രീയ ചിന്തകർക്കും ബോധിച്ചു. അവ പ്രചരിച്ചതിൻ്റെ ഫലമായാണ് അലൻ ഒക്ടേവിയൻ ഹ്യൂം, W.C. ബാനർജി തുടങ്ങിയ പുരോഗമനവാദികൾ ചേർന്ന് ഇന്ത്യക്കാർക്ക് ഭരണത്തിൽ പങ്കാളിത്തം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. 1909 മിൻറ്റോ മോർലി പരിഷ്കാരങ്ങളുടെയും 1919 മോണ്ടഗ്യൂ ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ 1920 രൂപീകരിച്ച നിയമനിർമ്മാണ സഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചു. ഫെബ്രുവരിയുടെ അവസാന പ്രവൃത്തി ദിവസം വൈകിട്ട് 5 ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് 1924 ധനകാര്യ മെമ്പർ സർ ബാസിൽ ബ്ലാക്കിറ്റ് പുതിയൊരു കീഴ്വഴക്കം തുടങ്ങിവെച്ചു. പുറത്തു പോകാതെ 2-3 ആഴ്ചകളായി രാത്രിയും പകലും തന്നോടൊപ്പം ഓഫീസിൽ ബജറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഒപ്പം തനിക്കും വെളുപ്പിന് ബജറ്റ് കടലാസുകൾ അച്ചടിക്കാൻ അയച്ച ശേഷം 5-6 മണിക്കൂർ ഉറങ്ങാൻ സമയം കണ്ടെത്താനായിരുന്നു ബ്ലാക്കിറ്റ് അത് തുടങ്ങിവെച്ചത്. ഒരു പകൽ ഉറങ്ങിയ ശേഷം വൈകിട്ട് ഫ്രഷായി നിയമനിർമ്മാണ സഭയിലെത്തി പ്രസ്സിൽ നിന്ന് എത്തിച്ചിട്ടുള്ള ബജറ്റ് രേഖകളെടുത്ത് ചൂടോടെ അവതരിപ്പിക്കാം. 2001 ഈ കീഴ്വഴക്കം അവസാനിപ്പിച്ചു. എങ്കിലും ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും അടച്ചുപൂട്ടിയിരിപ്പ് സമ്പ്രദായം വീണ്ടും തുടരുന്നു. അതുപോലെ തന്നെ മന്ത്രിയും സ്റ്റാഫും ചേർന്ന് ഹൽവ ഉണ്ടാക്കിക്കൊണ്ട് ബജറ്റിൻ്റെ പണി ആരംഭിക്കുന്ന സമ്പ്രദായവും. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ എന്ന രീതിയിൽ ഇന്ത്യൻ സാമ്പത്തിക വർഷം നിശ്ചയിച്ചത് 1865 വടക്കേ ഇന്ത്യയിലെ വിളവെടുപ്പിൻ്റെയും കാലവർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള സ്റ്റോക്ക് എടുപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണിത് തുടങ്ങിവെച്ചത്. മറ്റൊരു കീഴ്വഴക്കം കൂടി 1924 ബ്ലാക്കിറ്റ് തുടങ്ങിവെച്ചു. പ്രധാന ബജറ്റും റെയിൽവേ ബജറ്റും വെവ്വേറെ അവതരിപ്പിക്കുക. 2017 നരേന്ദ്രമോദിയുടെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇത് അവസാനിപ്പിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബജറ്റ് 1947 നവംബർ 26 ആദ്യ ധനമന്ത്രി R.K. ഷൺമുഖം ചെട്ടി അവതരിപ്പിച്ചു. ഇടക്കാല ബജറ്റ് എന്ന് ആദ്യമായി ഔദ്യോഗികമായി വിശേഷിപ്പിച്ചതും ഒരു നികുതി നിർദ്ദേശം പോലുമില്ലാതെ അവതരിപ്പിച്ച ഈ ബജറ്റിനെയാണ്. 1948 ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിലാണ് ഈ പ്രയോഗം രേഖകളിൽ കടന്നുകൂടിയതെന്ന് മാത്രം. അതിനുശേഷം തിരഞ്ഞെടുപ്പിനെ നേരിടാറായ ഭരണകൂടങ്ങൾ അവതരിപ്പിക്കുന്ന ബജറ്റിനെ ഇടക്കാല ബജറ്റ് എന്ന് വിളിക്കുന്നു. ബജറ്റ് അവതരിപ്പിക്കാത്ത ധനമന്ത്രിമാരും നമ്മളുടെ നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട്.
ജവഹർലാൽ നെഹ്റുവായി പിണങ്ങി ഷൺമുഖം ചെട്ടി രാജിവെച്ചപ്പോൾ KC നിയോഗി ധനമന്ത്രിയായി. 35 ദിവസത്തിനു ശേഷം അദ്ദേഹം ജോൺ മത്തായിക്ക് വകുപ്പ് കൈമാറി. നിയോഗിയും 1979 ചരൺ സിംഗിൻ്റെ ധനമന്ത്രി HN ബഹുഗുണയുമാണ് ബജറ്റ് അവതരിപ്പിക്കാത്ത രണ്ടേ ധനമന്ത്രിമാർ. 1950 റിപ്പബ്ലിക്കിൻ്റെ ആദ്യ ബജറ്റിനോടൊപ്പം മത്തായി ആസൂത്രണ കമ്മീഷൻ രൂപീകരണവും പ്രഖ്യാപിച്ചു. പക്ഷേ താമസിയാതെ കമ്മീഷൻ്റെ സൂപ്പർ ക്യാബിനറ്റ് ഭാവം പിടിക്കാതെ വന്നപ്പോൾ മത്തായി രാജിവെച്ചു. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണറായ CD ദേശ്മുഖിന് വകുപ്പ് കൈമാറി. ബജറ്റ് രേഖകൾ ഇംഗ്ലീഷിനോടൊപ്പം ഹിന്ദിയിലും തയ്യാറാക്കുന്ന സമ്പ്രദായം ദേശ്മുഖ് 1955 ആരംഭിച്ചു. ഖജനാവിൽ പണമില്ലാതെ വന്നപ്പോൾ ബജറ്റിന് മുമ്പ് തന്നെ നികുതി ചുമത്താൻ 1956 നവംബർ 30 അദ്ദേഹം സഭയുടെ അനുമതി ആദ്യമായി തേടി. ഭാഷാ പ്രശ്നം രാജ്യത്താകെ വിവാദമാകുന്ന കാലമായിരുന്നു അത്. ബോംബെ ഇരുഭാഷാ സംസ്ഥാനമായി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് നെഹ്റുവുമായി പിണങ്ങി ദേശ്മുഖ് രാജിവെച്ചു. 1958 ബജറ്റ് തയ്യാറായി വരവെ മുന്ദ്ര കുംഭകോണം സംബന്ധിച്ച ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ TT കൃഷ്ണമാചാരി രാജിവെച്ചു. അങ്ങനെ ആദ്യമായി പ്രധാനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചു. തുടർന്ന് നെഹ്റു വകുപ്പ് മൊറാർജി ദേശായിക്ക് നൽകി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ധനമന്ത്രിയായിരുന്ന ദേശായി ഇടയ്ക്ക് 2 കൊല്ലം മന്ത്രിസഭാംഗമല്ലാതായിരുന്നപ്പോൾ പഴയ കൃഷ്ണമാചാരിയും സുചീന്ദ്ര ചൗധരിയും ബജറ്റ് അവതരിപ്പിച്ചു. 1969 കോൺഗ്രസ് പിളർപ്പിനെ തുടർന്ന് ദേശായി പുറത്തായപ്പോൾ 1970 ബജറ്റ് ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചു. ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ വനിതയാണ് ഇന്ദിരാഗാന്ധി. 1971 മുതൽ 1977 വരെയുള്ള ഇന്ദിരാ സർക്കാരിൻ്റെ ബജറ്റുകൾ YB ചവാനും C സുബ്രഹ്മണ്യവും അവതരിപ്പിച്ചു. 1977 അധികാരത്തിലെത്തിയ ജനതാ പാർട്ടി സർക്കാരിലെ ധനമന്ത്രി HM പട്ടേൽ അക്കൊല്ലം ഒരു ഇടക്കാല ബജറ്റും അവതരിപ്പിച്ചു. പ്രധാനമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരിപ്പിച്ച 3 പേരും ഒരേ കുടുംബക്കാരാണ്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരാണ് ബജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ. 1989 അധികാരത്തിൽ വന്ന VP സിംഗ് സർക്കാരിൻ്റെ 1990-91 ബജറ്റ് ധനമന്ത്രി മധു ദണ്ഡാവാദയും, ചന്ദ്രശേഖർ സർക്കാരിൻ്റെ 1991 ഇടക്കാല ബജറ്റ് യശ്വന്ത് സിൻഹയും അവതരിപ്പിച്ചു. 91 അധികാരത്തിലെത്തിയ നരസിംഹറാവുവിൻ്റെ ധനമന്ത്രി മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബജറ്റുകളാണ് സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ചുകൊണ്ട് വളർച്ചയ്ക്ക് വിത്തുപാകിയത്. 1996 വന്ന HD ദേവഗൗഡയുടെ സർക്കാരിൽ ധനമന്ത്രിയായ P ചിദംബരത്തിൻ്റെ 97-98 ബജറ്റ് സർക്കാർ വീണതോടെ പാസ്സാവാൻ വയ്യാത്ത അവസ്ഥയായി. ഒടുവിൽ ബജറ്റ് പാസ്സാകുന്നതിന് മാത്രമായി സഭ വിളിച്ചുകൂട്ടി. ചർച്ചയില്ലാതെ പാസ്സാക്കിയ ഏക ബജറ്റാണത്. 1998 അധികാരത്തിലെത്തിയ AB വാജ്പേയിയുടെ ധനമന്ത്രി യശ്വന്ത് സിൻഹയാണ് 2001 വൈകിട്ട് 5 ബജറ്റ് അവതരിപ്പിക്കുന്ന സമ്പ്രദായം നിർത്തി രാവിലെയാക്കിയത്. 5ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ തിളങ്ങുകയാണെന്ന് ജസ്വന്ത് സിംഗ് അവകാശപ്പെട്ടു. അടുത്ത തിരഞ്ഞെടുപ്പിൽ സർക്കാർ പുറത്തായി. തുടർന്ന് 10 കൊല്ലം അധികാരത്തിലിരുന്ന മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ ബജറ്റുകൾ ആദ്യം P ചിദംബരവും പിന്നീട് പ്രണബ് മുഖർജിയും അവതരിപ്പിച്ചു. ഇടയ്ക്ക് ചെറിയൊരു ഇടവേളയിൽ മൻമോഹൻ സിംഗ് തന്നെ വകുപ്പ് കൈകാര്യം ചെയ്തെങ്കിലും ബജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നില്ല. 2014 വന്ന നരേന്ദ്രമോദിയുടെ ആദ്യ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തൻ്റെ 4ാമത്തെ പൂർണ്ണ ബജറ്റിൽ 2 കീഴ്വഴക്കങ്ങൾ നിർത്തലാക്കി. ഒന്ന്, 93 കൊല്ലങ്ങൾക്ക് ശേഷം പൊതു ബജറ്റിൽ റെയിൽവേ തിരിച്ചെത്തി. 2, ഫെബ്രുവരിയിലെ അവസാനത്തെ ദിവസം ബജറ്റ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരിയിലെ ആദ്യ പ്രവൃത്തി ദിവസത്തേക്ക് മാറ്റി. അടുത്ത പുതുമ എന്താവും എന്നാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്.